അനുകൂല മുദ്രാവാക്യം വിളിച്ചു. ബംഗളൂരുവിൽ IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന യുവാവ് അറസ്റ്റിൽ. ഇയാൾ താമസിക്കുന്ന ഹോസ്റ്റലിന് മുകളിലെ ടെറസിൽ നിന്നുകൊണ്ടാണ് പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചിരിക്കുന്നത്. ഇന്ത്യൻ മണ്ണിൽ നിന്നുകൊണ്ട് പാകിസ്ഥാന് വേണ്ടി പണിയെടുക്കുന്ന കാബാലികന്മാർ മറന്നീക്കി പുറത്തു വരികയാണ്. ഛത്തീസ്ഗഡ് സ്വദേശിയായ സുഭാൻഷു ശുക്ല എന്ന വ്യക്തിയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രാജ്യം ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയം ആഘോഷിക്കുന്നതിനിടയിലാണ് സംഭവം നടന്നതും. അതായത് മെയ് 9 സംഭവം നടക്കുന്നത്. പോലീസ് പറയുന്നതനുസരിച്ച് ഇയാൾ ഉച്ചത്തിൽ പാക് അനുകൂല മുദ്രാവാക്യം വിളിക്കുന്നത് അടുത്തുള്ള ഹോസ്റ്റലിലെ താമസക്കാർ കേൾക്കുകയും അതിൽ ഒരു ഭീഷണിയുടെ സ്വരം ഉള്ളതുപോലെ തോന്നുകയും പിന്നീട് ഇയാൾ മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുകയുമാണ് ഉണ്ടായത്. അതിനുശേഷം പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു. അതേസമയം വീഡിയോ പരിശോധിച്ചപ്പോൾ ശുക്ല തന്നെയാണ് മുദ്രാവാക്യം വിളിച്ചതെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്നാൽ തുടക്കത്തിൽ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തെങ്കിൽ പോലും അന്വേഷണത്തിൽ ശുക്ല തന്നെയാണ് ഉത്തരവാദിയെന്ന് കണ്ടെത്തുകയാണ് ചെയ്തത്. ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഈ ഒരു പ്രവൃത്തിക്ക് പിന്നാലെ തന്നെ അതിന്റെ ഉദ്ദേശം ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീടിന് നേരെ ബോംബ് ആക്രമണം നടത്താൻ ആഹ്വാനം ചെയ്ത വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തതിന് നവാസ് എന്ന വ്യക്തിയെ ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായ സമയത്ത് വൈറലായ വീഡിയോ പ്രധാനമന്ത്രിയുടെ വസതിയിൽ പാകിസ്ഥാൻ എന്തുകൊണ്ട് ബോംബ് എറിഞ്ഞില്ല എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു. അതുപോലെ തന്നെ പരിശോധനയിൽ തുമക്കുരുവിൽ അയാൾക്കെതിരെ നർക്കോട്ടിക്സ്, ഡ്രഗ് ആൻഡ് സൈക്കോട്രാപ്പിക് കേസ് നിലവിലുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു. പോസ്റ്റിന് പിന്നാലെ തന്നെ അതിലെ ഉദ്ദേശത്തെക്കുറിച്ച് പോലീസ് കൂടുതൽ അന്വേഷണം ആരംഭിച്ചു. അതേസമയം ഇന്ത്യ പാക് സംഘർഷത്തിന് പിന്നാലെ ഇത്തരത്തിൽ പാക് അനുകൂല മുദ്രാവാക്യവുമായി ഭീകരന്മാർ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ത്യ പാക് സംഘർഷാവസ്ഥ തുടരവെ പാകിസ്ഥാൻ അനുകൂല പോസ്റ്റ് ഇട്ടെന്ന പേരിൽ കോഴിക്കോട് കാങ്കോടി പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയും പരാതി ഉന്നയിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു. യുദ്ധത്തിനെതിരെ പോസ്റ്റ് ഇട്ട് എന്നതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബയുടെ പേരിലുള്ള പരാതി. ദേശാതിർത്തിക്കപ്പുറവും മനുഷ്യരാണ്, വികാര വിചാരങ്ങൾ ഉള്ളവരാണ് എന്നതായിരുന്നു ഷീബയുടെ പോസ്റ്റ്. CPIM നേതാവ് കൂടിയായ പ്രസിഡന്റ് പാക് അനുകൂല പരാമർശമാണ് നടത്തിയതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി കൊടുത്തതും. വിവാദത്തിന് പിന്നാലെ തന്നെ അവർ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തിരുന്നു. അതേസമയം സ്വന്തം മുറ്റത്ത് മിസൈൽ പതിക്കാത്തിടത്തോളം, സ്വന്തം വീട് തകരാത്തിടത്തോളം ചിലർക്ക് യുദ്ധമെന്നത് അതിർത്തിയിലെ പൂരമാണ് എന്ന് CPIM നേതാവ് M സ്വരാജിന്റെ കുറിപ്പും ചർച്ചയായി മാറിയിരുന്നു. ഇന്ത്യ ചൈന യുദ്ധമുണ്ടായപ്പോൾ ഇന്ത്യ പ്രകോപിപ്പിച്ചതാണ് യുദ്ധകാരണമെന്ന് വാദിച്ച രണദീവിനെയും EMSനെയും ഹർഷികൻ സിംഗ് സുജിത്തിന്റെയും AKGയുടെയും പിന്മുറക്കാർ ഇങ്ങനെ ചെയ്തില്ലെങ്കിലേ അതിശയമുള്ളൂവെന്നും അങ്ങനെയുള്ളവർ അതുകൊണ്ട് തന്നെ യുദ്ധമുണ്ടാകുമ്പോൾ മുകുന്ദന്റെ ഗാഥകൾ വായിച്ച് സമാധാനരഹിതരാകുമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റായ അബിൻ വർക്കി വിമർശിക്കുകയും ചെയ്തിരുന്നു. രാഷ്ട്രീയത്തിലായാലും മത്തൻ കുത്തിയാൽ കുമ്പളം മുളക്കില്ലല്ലോ എന്നും അദ്ദേഹം പറയുകയും ചെയ്തു. അതേസമയം പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ആൾക്കൂട്ട കൊലയും നടന്നിരുന്നു. കർണാടകയിലെ മംഗളൂരുവിലാണ് സംഭവം നടന്നത്. കുടുപ്പു എന്ന സ്ഥലത്ത് ഭ്രാന്തകല്ലൂട്ടി ക്ഷേത്രത്തിന് സമീപത്തുള്ള മൈതാനത്ത് വെച്ചാണ് ക്രിക്കറ്റ് മത്സരം നടക്കവെ യുവാവിനെ ആൾക്കൂട്ടം തല്ലിച്ചതയ്ക്കുകയും ചെയ്തത്. അതുപോലെ തന്നെ കൊലപാതകത്തിന് ശേഷം മൃതദേഹം മൈതാനത്ത് തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് അക്രമി സംഘം രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.